പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ജാഗരൂകരായിരിക്കേണ്ട ഭൃത്യന്മാരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം. ഈശോ പ്രത്യേകമായി എടുത്തു പറയുന്നു, നാം ദൈവിക നന്മകളുടെ വിശ്വസ്തരും വിവേകികളുമായ കാര്യസ്ഥന്മാരായിരിക്കണം. പത്രോസ് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: കർത്താവെ, നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ഈശോ അതിന് ഡയറക്റ്റ് ആയിട്ട് ഉടനെ ഒരു ഉത്തരം പറയുകയല്ല ചെയ്യുന്നത്. ഈശോ മറ്റൊരു കാര്യം പറയുന്നു. യജമാനൻ തൻ്റെ വീട്ടുകാര്യങ്ങളിലെ ചുമതല ഏൽപ്പിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? കാര്യങ്ങളൊക്കെ യജമാനൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുന്ന, നോക്കിയും കണ്ടും ചെയ്യുന്ന, യജമാനൻ ഇല്ലാത്തപ്പോഴും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന, വിശ്വസ്തയോടെ വിവേകത്തോടെ ചെയ്യുന്നയാളാണ് യജമാനാൽ പ്രകീർത്തിക്കപ്പെടാൻ പോകുന്നത്. ഈശോ എന്നിട്ട് പറയുന്ന ഒരു വാക്യം എങ്ങനെയാണ്: യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. ദൈവിക ഉദ്ബോധനങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഒന്നും നമ്മളെ ഒരു കാര്യത്തിന് നിർബന്ധിക്കുന്നില്ല. അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം പോലെ വെച്ചിരിക്കും. നമുക്ക് തിന്മ എടുക്കാനോ നന്മ എടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈശോ പലപ്പോഴും പ്രബോധനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ചെവിയുള്ളവൻ, ഗ്രഹണശക്തിയുള്ളവൻ, കേൾവിശക്തിയുള്ളവൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ. അത് നിർബന്ധിക്കുന്നു, അത് സ്വീകരിച്ചേ പറ്റൂ എന്ന നിലപാട് ഈശോ എടുക്കുന്നില്ല. പക്ഷെ ഈശോ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് മനുഷ്യനെ ശ്രവണശക്തിയുള്ളവനായി, ഗ്രഹണശക്തിയുള്ളവനായി ജന്മം നൽകി ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കും, മനസ്സിലാക്കും, അതനുസരിക്കും എന്ന് തന്നെയാണ് ഈശോ പ്രതീക്ഷിക്കുന്നത്. ഏദേൻ തോട്ടത്തിന് നടുവിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം വച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ ആ പാപം ഉണ്ടായത്. അതില്ലാതിരുന്നെങ്കിൽ ആദിമാതാപിതാക്കൾക്ക് പാപം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് രണ്ടും ഉണ്ട്. മുമ്പിലുള്ള സാധ്യത തിന്മയ്ക്കും നന്മയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഏത് തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ അത് ഒഴിവാക്കുമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ദൈവം നിർബന്ധിക്കുന്ന ദൈവമല്ല, സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നമ്മൾ നന്മ തിരഞ്ഞെടുക്കും, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കും എന്നുള്ള ഒരു കാര്യമാണ്. ദൈവം അത് നമ്മളിൽ നിന്ന് ആ രീതിയിൽ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ദൈവം അതിൽ കഠിനമായി ദുഃഖിക്കുന്നു, ചിലപ്പോൾ നമ്മളെ പ്രഹരിക്കുകയോ പോലും ചെയ്യും. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യസ്ഥർക്ക് 2 ഗുണങ്ങൾ വേണം. അവർക്ക് വിശ്വസ്തതയും വേണം, വിവേകവും വേണം. വിശ്വസ്തത വേണ്ടത് ദൈവത്തോടാണ്. വിവേകം വേണ്ടത് ഈ ലോകത്തിലെ കാര്യങ്ങളോട് ഇടപെടുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, അങ്ങയുടെ കാര്യസ്ഥ ശുശ്രൂഷയ്ക്കായി വിവിധ രീതികളിൽ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നല്ലോ. അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ നന്മയ്ക്കും തിന്മയ്ക്കുമുള്ള സ്വാതന്ത്ര്യം വെക്കുന്നെങ്കിലും അങ്ങ് ഞങ്ങളിൽ നിന്ന് 100% ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങൾ നന്മ തിരഞ്ഞെടുത്ത് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുമെന്നാണ്. ഞങ്ങൾ തിന്മ തിരഞ്ഞെടുത്തു പോയ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ജീവിതത്തിൽ നന്മ എപ്പോഴും അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുവാനും അങ്ങയോട് അങ്ങനെ വിശ്വസ്തരായിരിക്കുവാനും ലോകത്തിലെ കാര്യങ്ങളോട് വിവേകത്തോടുകൂടി പെരുമാറുവാനുമുള്ള ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.